ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനവിചിന്തനത്തിന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. സ്നാപകൻ്റെ ശിഷ്യന്മാർ സാലേമിനടുത്ത് മാമോദീസ നൽകുന്ന ഈശോയെക്കുറിച്ചുള്ള പരാതികൾ സ്നാപകനോട് പറയുന്നതാണ് സന്ദർഭം. ഈശോ അവിടെ സ്നാനം നൽകുന്നു. ആ ഈശോയുടെ പ്രത്യേകത എന്താണ്? യോഹന്നാനോട് പറയുകയാണ്, നീ ആരെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയോ അവൻ അവിടെ സ്നാനം നൽകുന്നു, എല്ലാവരും അവൻ്റെ അടുക്കലേക്ക് പോവുകയും ചെയ്യുന്നു. അതിനുള്ള സ്നാപകൻ്റെ ഉത്തരമെന്ന് പറയുന്നത്, ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുൻപേ അയക്കപ്പെട്ടവൻ മാത്രമാണ് എന്ന് പറഞ്ഞതിന് നിങ്ങൾ തന്നെയാണ് സാക്ഷികൾ എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 28-ാം വചനം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 20-23 വചനങ്ങളിൽ ഇതിന് സമാനമായി സ്നാപകൻ താൻ ക്രിസ്തുവല്ല എന്നും താൻ ഏലിയാ പ്രവാചകൻ പറയപ്പെട്ടതുപോലെ മിശിഹായ്ക്ക് മുൻപേ അയക്കപ്പെട്ടവൻ മാത്രമാണെന്നും ജനത്തിന് മുഴുവൻ സാക്ഷ്യം നൽകുന്നുണ്ട്. ഈ സംഭവം എടുത്തു പറഞ്ഞുകൊണ്ടാണ് സ്നാപകൻ വീണ്ടും തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത് താൻ ക്രിസ്തുവല്ല എന്നും താൻ ക്രിസ്തുവിന് മുമ്പ് അയക്കപ്പെട്ടവൻ മാത്രമാണെന്നും. ഈ വചനങ്ങളിലെല്ലാം സ്നാപകൻ തൻ്റെ ബോധ്യം ഉദ്ഘോഷിക്കുന്നുണ്ട്. താൻ ക്രിസ്തുവിന് മുമ്പ് അയക്കപ്പെട്ടവൻ മാത്രമാണ്, താൻ ക്രിസ്തുവല്ല. തൻ്റെ ഈ ബോധ്യം തൻ്റെ ശിഷ്യർക്കും ഉണ്ടാകണമെന്ന് സ്നാപകൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അതിന് തൊട്ട് മുൻപുള്ള വചനത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 27 ഇങ്ങനെ പറയുക, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. തനിക്ക് ഈ ബോധ്യം കിട്ടിയത് സ്വർഗത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ തൻ്റെ ശിഷ്യരും ഈശോ രക്ഷകനാണെന്നുള്ള ബോധ്യത്തിലേക്ക്, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരണമെന്ന് സ്നാപകൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വചനത്തിൽ ഇതിന് തത്തുല്യമായ ഒരു വചനം ഈശോയും പറയുന്നുണ്ട്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരിക സാധ്യമല്ല. അതിനാൽ പിതാവ് ആകർഷിക്കപ്പെട്ടവരായി നമുക്ക് മാറാം. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നത് സ്വീകരിക്കാൻ ഒരുക്കമുള്ള ഹൃദയങ്ങളായി നമുക്ക് തീരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.